Welcome to all. Solutions. Section 6. Colligative properties. ഈ ടോപ്പിക്കിലെ 4ാമത്തെ ക്ലാസ് ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. Give reasons for abnormal colligative properties or abnormal molar mass. അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാകാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അബ്നോർമൽ ആയാൽ മോളാർ മാസും അബ്നോർമലാവും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും മോളാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നോക്കിയാൽ നമുക്കറിയാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടിയാൽ മോളാർ മാസ് കുറയും, മോളാർ മാസ് കൂടിയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കണക്കാക്കുമ്പോൾ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കും. പ്രതീക്ഷിച്ച വാല്യൂ കിട്ടില്ല, നോർമൽ വാല്യൂ കിട്ടില്ല, അബ്നോർമൽ വാല്യൂ ആയിരിക്കും കിട്ടുക. ഇങ്ങനെ അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ടാകാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ചോദ്യം. 2 കാരണങ്ങൾ ഉണ്ട്. ഓരോന്നായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. 1. അസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. സൊല്യൂട്ടിന്റെ അസോസിയേഷൻ കാരണമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അബ്നോർമൽ ആവാൻ കാരണം. എന്താണ് സംഭവിക്കുക നോക്കൂ. Due to association, number of solute particles decrease. അസോസിയേഷൻ നടക്കുമ്പോൾ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും. അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക എന്നാണ് അർത്ഥം. പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഡിക്രീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കുറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കുറഞ്ഞാലോ മോളിക്കുലാർ മാസ് ഇൻക്രീസ് ചെയ്യും, അല്ലേ? ആൻഡ് സോ മോളിക്കുലാർ മാസ് ഇൻക്രീസ്. അപ്പം അസോസിയേഷൻ നടക്കുമ്പോൾ പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറയും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും, മോളിക്കുലാർ മാസ് കൂടും. ക്ലിയർ ആയല്ലോ? അപ്പം ഡ്യൂ ടു അസോസിയേഷൻ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഡിക്രീസ്, colligative properties decrease, and so molecular mass increase. molecular mass കൂടും. 1-2 എക്സാമ്പിൾസ് നോക്കാം. അസറ്റിക് ആസിഡ് CH3COOH, ഇതാണ് അസറ്റിക് ആസിഡ്. ഇതിന്റെ മറ്റൊരു പേര് നമുക്കറിയാം, എഥനോയിക് ആസിഡ്, അല്ലെ? IUPACനെയും നമുക്കറിയാം എഥനോയിക് ആസിഡ്. അസറ്റിക് ആസിഡിന്റെ മറ്റൊരു പേരാണ് എഥനോയിക് ആസിഡ്. വേണമെങ്കിൽ ബ്രാക്കറ്റിൽ എഴുതാം, എഥനോയിക് ആസിഡ്. 2 പേരുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ വിനെഗർ, സുർക്ക. അസറ്റിക് ആസിഡ് 2 എണ്ണം കൂടിച്ചേർന്ന് ഒന്നായിട്ട് നിൽക്കും. ഇതിനെ ഡൈമർ എന്നാണ് വിളിക്കുക. 2 പാർട്ടിക്കിൾ ചേർന്ന് ഒന്നായിട്ട് നിൽക്കുന്നു, ഡൈമർ എന്നാണ് വിളിക്കുക. അപ്പോൾ അസറ്റിക് ആസിഡ് ബെൻസീനിൽ ഇട്ടാൽ ഡൈമറൈസേഷൻ നടക്കും. അപ്പോൾ പാർട്ടിക്കിളിന്റെ എണ്ണം കുറഞ്ഞു, അല്ലേ? 2 പാർട്ടിക്കിൾ ഉള്ളത് എത്രയായിട്ട് മാറി? ഒന്നായിട്ട് മാറി. ഇതുപോലെ തന്നെയാണ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡ് ബെൻസീനിലിട്ടാലും 2 പാർട്ടിക്കിൾ ചേർന്ന് ഒന്നായിട്ട് നിൽക്കും, ഡൈമറൈസേഷൻ നടക്കും. എങ്ങനെയാണ് ബെൻസോയിക് ആസിഡ് എഴുതുക? ബെൻസോയിക് ആസിഡ് എഴുതാൻ ഈ CH3 എന്ന് പറയുന്ന സ്ഥലത്ത് C6H5 എന്ന് കൊടുത്താൽ മതി. C6H5 നോക്കുവോ, ഉണ്ടോ? C6H5, ഇതാണ് ബെൻസോയിക് ആസിഡ്. ഇത് 2 എണ്ണം കൂടി ചേർന്ന് ഒന്നായിട്ട് മാറും. ഒരു ബ്രാക്കറ്റ് ഇട്ടതിന് ശേഷം 2 എന്ന് കൊടുത്താൽ മതി. ഇത് ഡൈമറാണ്, ഡൈമർ. ഇപ്പം 2 പാർട്ടിക്കിൾ ചേർന്ന് ഒന്നായിട്ട് മാറും, ഡൈമറൈസേഷൻ നടക്കും.
അസറ്റിക് ആസിഡിൻ്റെ ഡൈമറൈസേഷൻ ഇവിടെ നിന്ന് കാണിച്ചിട്ടുണ്ട്. നോക്കൂ, CH3COOH ഇതൊരു മോളിക്യൂളാണ്. CH3COOH. ഇനി എങ്ങനെയാണ് ഡൈമറായിട്ട് നിൽക്കുന്നത്? ഒരു മോളിക്യൂളിലെ ഓക്സിജനും മറ്റൊരു മോളിക്യൂളിലെ ഹൈഡ്രജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട്. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് കണ്ടോ? ഈ മോളിക്യൂളിലെ എച്ചും ഈ മോളിക്യൂളിലെ ഓയും തമ്മിൽ ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പോൾ ഈ ഡോട്ട് കാണിച്ചിരിക്കുന്നത് ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പം രണ്ട് മോളിക്യൂൾ ചേർന്ന് ഒന്നായിട്ട് തീരും. ഇതിനെ ഡൈമർ എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ ചിത്രം വരയ്ക്കുന്നതും ഇതുപോലെ തന്നെയാണ്. ഈ CH3 എന്ന് പറയുന്ന സ്ഥലത്ത് C6H5 എന്ന് കൊടുത്താൽ മതി. CH3 എന്ന് പറയുന്ന സ്ഥലത്ത് C6H5 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് ഡൈമറൈസ് ഇൻ ബെൻസീൻ. ഇത് അസോസിയേഷന് ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ബെൻസോയിക് ആസിഡ് ഡൈമറൈസ് ഇൻ ബെൻസീൻ. ബെൻസോയിക് ആസിഡ് ഡൈമറൈസ് ചെയ്യും. ബെൻസീൻ എന്ന് പറയുന്ന സോൾവെന്റിൽ വെച്ചാണ് ഈ ഡൈമറൈസേഷൻ നടക്കുന്നത്. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലായി. എത്രയായിട്ട് കുറഞ്ഞു? പകുതിയായിട്ട് കുറഞ്ഞു. എങ്ങനെ പകുതി എന്നുള്ളത്? 2 എന്നുള്ളതിൻ്റെ പകുതിയാണല്ലോ 1. പാർട്ടിക്കിളിൻ്റെ എണ്ണം പകുതിയായിട്ട് മാറി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കം ഹാഫ്. അപ്പോൾ എന്ത് സംഭവിക്കും? കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ബിക്കം ഹാഫ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും പകുതിയാവും. ആൻഡ് സോ മോളിക്കുലാർ മാസ് ബിക്കംസ് ട്വൈസ്. ഈ പോയിന്റ് ശ്രദ്ധിക്കണം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പകുതിയാകുമ്പോൾ മോളിക്കുലാർ മാസ് ഇരട്ടിയാവും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പകുതിയാകുമ്പോൾ മോളിക്കുലാർ മാസ് ഇരട്ടിയാവും. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 1/3 ആയാലോ, അതായത് 1/3 ആയാലോ മോളിക്കുലാർ മാസ് 3 ഇരട്ടിയാവും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 1/4 ആയാലോ മോളിക്കുലാർ മാസ് 4 ടൈംസ് ആയിട്ട് മാറും. അപ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ വരുന്ന കുറവിനനുസരിച്ച് മോളിക്കുലാർ മാസ് എന്ത് ചെയ്യും? കൂടും. ഈ പോയിന്റ് പ്രത്യേകം നോട്ട് ചെയ്യണം. രണ്ടാമത്തെ കാരണം അസോസിയേഷന്റെ വിപരീതം എന്താണ്? ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട്. ഒരെണ്ണം പഠിച്ചാൽ മറ്റൊരെണ്ണം പഠിക്കാൻ എളുപ്പമാണ്. നേരെ വിപരീതം. ഡ്യൂ ടു ഡിസോസിയേഷൻ ഓഫ് സൊല്യൂട്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ്. പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടുകയാണ് ചെയ്യുന്നത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഇൻക്രീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും. ആൻഡ് സോ മോളിക്കുലാർ മാസ് ഡിക്രീസ്. മോളിക്കുലാർ മാസ് കുറയും. അപ്പോൾ അസോസിയേഷൻ്റെ നേരെ വിപരീതമാണിത്. ഡിസോസിയേഷൻ നടന്നാൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, മോളിക്കുലാർ മാസ് കുറയും. അതാണ് ഡിക്രീസ് എന്ന് എഴുതിയത്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ് വെള്ളത്തിലിട്ടാൽ അയോണൈസ് ചെയ്യണം. അതുകൊണ്ടാണ് വെള്ളത്തിലിടണം എന്ന് പറഞ്ഞത്. പൊട്ടാസ്യം ക്ലോറൈഡ് വെള്ളത്തിലിട്ടാൽ 2 പാർട്ടിക്കിളായിട്ട് മാറും. പൊട്ടാസ്യം അയോണും ക്ലോറൈഡ് അയോണും. ഒരു പാർട്ടിക്കിൾ 2 എണ്ണമായിട്ട് മാറി, ഒരു പാർട്ടിക്കിൾ 2 എണ്ണമായിട്ട് മാറി. എന്താ സംഭവിക്കുക? പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഇരട്ടിയായി. പാർട്ടിക്കിൾസിൻ്റെ എണ്ണം ഇരട്ടിയായി. 1 എന്നുള്ളത് 2 ആയിട്ട് മാറി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇരട്ടിയായി. മോളിക്കുലാർ മാസ് എത്രയോ? പകുതിയാകും. മോളിക്കുലാർ മാസ് പകുതിയായിട്ട് മാറും. നോക്കൂ, പൊട്ടാസ്യം ക്ലോറൈഡ് ഇൻ വാട്ടർ ഗീവ്സ് 2 അയോൺസ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് becomes twice, colligative properties become twice, and so molecular mass becomes half of the actual value. പൊട്ടാസ്യം ക്ലോറൈഡ് 2 അയോണുകൾ തരും. പാർട്ടിക്കിളിൻ്റെ എണ്ണം ഇരട്ടിയായി, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഇരട്ടിയായി, മോളിക്കുലാർ മാസ് പകുതിയായി. 3 പാർട്ടിക്കിൾ ഉണ്ടായാലോ? ഇപ്പം കാൽഷ്യം ക്ലോറൈഡ് വെള്ളത്തിലിട്ടാൽ 3 പാർട്ടിക്കിൾ ഉണ്ടായി. ഒരു കാൽഷ്യം അയോണും 2 ക്ലോറൈഡ് അയോണും. 1, 2, 3 പാർട്ടിക്കിൾ ഉണ്ടായി. പാർട്ടിക്കിളിൻ്റെ എണ്ണം 3 ആയി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 3 ഇരട്ടിയായി.
കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് 3 ഇരട്ടിയായി, പ്രതീക്ഷിച്ചതിനേക്കാൾ 3 ഇരട്ടിയായി. മോളിക്കുലാർ മാസ് പ്രതീക്ഷിക്കുന്നതിൻ്റെ 1/3 ആയിട്ട് മാറി, 1/3 ആയിട്ട് മാറും. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിക്കം ത്രൈസ്, കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ബിക്കം ത്രൈസ് ആൻഡ് മോളിക്കുലാർ മാസ് ബിക്കംസ് 1/3 of the actual value. 1/3 of the actual value. 1/3 കൂടി നടക്കുക. 1/3 of the actual value. ആക്ച്വൽ വാല്യൂവിൻ്റെ 1/3 ആയിട്ട് മാറും. ഇപ്പോൾ 60 ആണ് കിട്ടേണ്ടതെങ്കിൽ 60/3 എന്നാണ് കിട്ടുക. അതായത് 20 മാത്രമേ കിട്ടൂ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അലുമിനിയം സൾഫേറ്റ് വെള്ളത്തിലിട്ടാൽ 5 പാർട്ടിക്കിൾ കിട്ടും. ഇങ്ങനെ 5 പാർട്ടിക്കിൾ, 2 അലുമിനിയം അയോണും 3 സൾഫേറ്റ് അയോണും. പാർട്ടിക്കിളിൻ്റെ എണ്ണം 5 ആയിട്ട് മാറി. ഒരു പാർട്ടിക്കിൾ വെള്ളത്തിലിടുമ്പോൾ 5 പാർട്ടിക്കിൾ കിട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 5 ഇരട്ടിയാവും. മോളിക്കുലാർ മാസ് അല്ലേ ആക്ച്വൽ വാല്യൂവിൻ്റെ 5/1 മാറും. മോളിക്കുലാർ മാസ് ആക്ച്വൽ വാല്യൂവിൻ്റെ 5/1 മാറും. Number of particles become 5 times. Colligative properties become 5 times and molecular mass becomes 1/5 of the actual value. Actual value in 1/5 ആയിട്ട് മാറും. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ എണ്ണം കൂടിയാൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, മോളിക്കുലാർ മാസ് കുറയും. ആ കുറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. ഈ എക്സാമ്പിൾസ് പ്രത്യേകം നോക്കണം. അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന് 2 കാരണങ്ങൾ, ഒന്ന് അസോസിയേഷൻ, മറ്റൊന്ന് ഡിസോസിയേഷൻ. ഓക്കെ, അസോസിയേഷൻ നടന്നാൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കുറയും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും, മോളിക്കുലാർ മാസ് കൂടും. ഡിസോസിയേഷൻ നടന്നാൽ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം കൂടും, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, മോളിക്കുലാർ മാസ് കുറയും. ഓക്കെ, അടുത്ത ചോദ്യം. വാട്ട് ഈസ് വാൻ ഹോസ് ഫാക്ടർ? ഐ എന്നാണ് അതിൻ്റെ സിമ്പിൾ. വാൻ ഹോസ് ഫാക്ടർ എന്നാണ്. നമുക്കറിയാം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കണക്കാക്കുമ്പോൾ തെറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ തെറ്റിനുള്ള ഒരു കറക്ഷൻ ഫാക്ടറാണ് വാൻ ഹോസ് ഫാക്ടർ. അപ്പോൾ ഇറ്റ് ഈസ് എ കറക്ഷൻ ഫാക്ടർ ഫോർ അബ്നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഐ എങ്ങനെയെല്ലാം കാണാം? ഐ കാണാനുള്ള ഇക്വേഷൻ നോർമൽ മോളാർ മാസ്. നോർമൽ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ തിയറിറ്റിക്കൽ എന്നുള്ള വാക്കൊക്കെ ഉപയോഗിക്കാം. കാൽക്കുലേറ്റഡ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കാം. നോർമൽ. ഇപ്പം നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. അബ്നോർമൽ എന്ന് പറയുമ്പോൾ ഒബ്സർവ്ഡ് അല്ലെങ്കിൽ എക്സ്പീരിമെൻ്റൽ, ഈ വാക്കുകളൊക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കാം. പല ബുക്കുകളിലും പല വാക്കുകളായിരിക്കും. അപ്പോൾ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് തോന്നും. അപ്പോൾ നോർമൽ അബ്നോർമൽ എന്ന് പഠിച്ചു വയ്ക്കുക. നോർമൽ എന്നുള്ളതിന് പകരം തിയറിറ്റിക്കൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, കാൽക്കുലേറ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. അബ്നോർമൽ എന്നുള്ളതിന് പകരം ഒബ്സർവ്ഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം, എക്സ്പീരിമെൻ്റൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. നോർമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ആക്ച്വൽ വാല്യൂ ആണ്. പല ബുക്കുകളിലും പല വാക്കുകളും ഉണ്ടായിരിക്കും. ഓക്കെ, അത് കാരണം കൺഫ്യൂഷൻ ആവരുത്. മറ്റൊരു കേസ്, ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഐ ഇങ്ങനെയും കാണാം. ഐ കാണാനുള്ള മറ്റൊരു കേസ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ. അസോസിയേഷൻ ആണെങ്കിൽ ഈക്വേഷൻ ഉപയോഗിക്കും. ഇനി ഡിസോസിയേഷൻ ആണെങ്കിലോ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ. അതായത് അസോസിയേഷൻ കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾ കിട്ടും ഡിവൈഡഡ് ബൈ അസോസിയേഷൻ്റെ മുന്നേ എത്ര പാർട്ടിക്കിൾ ഉണ്ട്, അത് ഡിവൈഡ് ചെയ്താൽ ഐ നമുക്ക് കിട്ടും. ഡിസോസിയേഷൻ കഴിഞ്ഞാൽ എത്ര പാർട്ടിക്കിൾ കിട്ടും
ഡിവൈഡഡ് ബൈ ഡിസോസിയേഷൻ നടക്കുന്നതിന് മുമ്പേ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഐ കാണാൻ ഇക്വേഷൻസ് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്. ഐ കാണാൻ മറ്റൊരു ഇക്വേഷൻ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഐ കാണാൻ മറ്റൊരു ഇക്വേഷൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ. ഒന്ന് ചെറുതാക്കി പറഞ്ഞു, ഒരെണ്ണം കൂടെ പറയാലോ ഇതിൽ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ. ഇതൊക്കെ ഐ കാണാനുള്ള ഇക്വേഷൻസ് ആണ്. ഇത് പഠിച്ചു വയ്ക്കും. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, നോർമൽ എന്നുള്ളതിന് പകരം ആക്ച്വൽ എന്ന് ഉപയോഗിക്കാം, തിയറിറ്റിക്കൽ എന്ന് ഉപയോഗിക്കാം, കാൽക്കുലേറ്റഡ് എന്ന് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഇവിടെ എഴുതിയതാണ്. പല ബുക്കിലും പല വാക്കും ഉണ്ടായിരിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ പല വാക്കുകളായിരിക്കും. അബ്നോർമൽ എന്നുള്ളതിന് പകരം എക്സ്പെരിമെന്റൽ എന്ന് ഉപയോഗിക്കാം, ഒബ്സർവ്ഡ് എന്ന് ഉപയോഗിക്കാം. ഓക്കെ, ഇനി അടുത്ത നോട്ട്. അസോസിയേഷൻ ആണെങ്കിൽ ഐയുടെ വാല്യൂ ഒന്നിനേക്കാൾ കുറവായിരിക്കും. ഫോർ അസോസിയേഷൻ ഐ ഈസ് ലെസ് ദാൻ 1. ഇപ്പം ഡിസോസിയേഷൻ ആണെങ്കിലോ ഐ ഈസ് ഗ്രേറ്റർ ദാൻ 1. അസോസിയേഷനും ഡിസോസിയേഷനും ഇല്ലെങ്കിലോ ഐ ഈസ് ഈക്വൽ ടു 1. അപ്പം ഐയുടെ വാല്യൂ കിട്ടിയാൽ അസോസിയേഷൻ നടക്കുന്നുണ്ടോ ഡിസോസിയേഷൻ നടക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഐയുടെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ അസോസിയേഷനാണ്. ഐയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡിസോസിയേഷൻ. ഐ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ദർ ഈസ് നോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. ഓക്കെ, ഐ കാണാനുള്ള ഇക്വേഷൻസ് പഠിച്ചു വെക്കാം. ഗീവ് എക്സാമ്പിൾസ് ഫോർ മോളിക്യൂൾസ് വിച്ച് ഡു നോട്ട് ഷോ അസോസിയേഷൻ ഓർ ഡിസോസിയേഷൻ. അസോസിയേഷനോ ഡിസോസിയേഷനോ കാണിക്കാത്ത സൊല്യൂട്ട്സ് ഉണ്ടോ? ഉണ്ട്. എക്സാമ്പിൾസ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് വെള്ളത്തിലിട്ടാൽ അസോസിയേഷനും കാണിക്കില്ല, ഡിസോസിയേഷനും കാണിക്കില്ല. സുക്രോസ്, യൂറിയ, ഇതൊക്കെ അസോസിയേഷനും ഡിസോസിയേഷനും കാണിക്കാത്ത സൊല്യൂട്ട് മോളിക്യൂൾസ് ആണ്. ഓക്കെ, അടുത്തതൊരു ട്രിക്ക് നോക്കൂ. ഇലക്ട്രോലൈറ്റുകളിൽ നിന്നും കിട്ടുന്ന അയോണുകളുടെ എണ്ണം ഐ ആയിട്ട് നമുക്ക് എടുക്കാം. ഇലക്ട്രോലൈറ്റുകളിൽ നിന്നും കിട്ടുന്ന അയോണുകളുടെ എണ്ണം വാൻ ഹോസ് ഫാക്ടർ ആയിട്ട് നമുക്ക് എടുക്കാം. In the case of electrolytes, the number of ions given by one molecule can be taken as I. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ വാൻ ഹോസ് ഫാക്ടർ കാണണം. കാൽക്കുലേറ്റ് I for potassium chloride and acetic acid. ഉത്തരം വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. പൊട്ടാസ്യം ക്ലോറൈഡ് വെള്ളത്തിലിട്ടാൽ 2 പാർട്ടിക്കിൾ തരും, 2 അയോൺ തരും. അപ്പോൾ എത്ര അയോണുകൾ തരുന്നോ അതായിരിക്കും ഐ. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 2. ഇനി ഇക്വേഷൻസ് നമുക്ക് ഉപയോഗിക്കാം. ഐ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ കഴിഞ്ഞാൽ കിട്ടുന്ന പാർട്ടിക്കിളിന്റെ എണ്ണം എത്ര? 2 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ നടക്കുന്നതിന് മുന്നേ എത്രയാണ്? 1 പാർട്ടിക്കിൾ. അപ്പോൾ 2/1. അപ്പോഴും ഉത്തരം എത്രയാണ്? 2. അപ്പോൾ ഇക്വേഷൻ വെച്ചും ചെയ്യാം, പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. എത്ര അയോണുകൾ കിട്ടിയെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇപ്പം കാൽഷ്യം ക്ലോറൈഡ് ആണെങ്കിലോ ഒരു കാൽഷ്യം അയോണും 2 ക്ലോറൈഡ് അയോണും. ഇപ്പം 2, 1, 3. വാൻ ഹോസ് ഫാക്ടർ എത്രയാണ് വരിക? 3. ഓക്കെ, അസറ്റിക് ആസിഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? അസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ 2 പാർട്ടിക്കിൾ. അസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ 2 പാർട്ടിക്കിൾ ഒന്നായിട്ട് മാറും. 2 പാർട്ടിക്കിൾ അല്ല, 2 പാർട്ടിക്കിൾ ഒന്നായിട്ട് മാറും. ഉണ്ടോ? 2 അസറ്റിക് ആസിഡ് ഒന്നായിട്ട് മാറി. ഇത് 1 പാർട്ടിക്കിളാണ്. ഡൈമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിക് ആസിഡ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ എത്രയെ? 1. തുടക്കത്തിൽ എത്ര ഉണ്ടായിരുന്നു? 2. അപ്പോൾ 1/2 0.5 എന്ന് വരും. അപ്പോൾ അസറ്റിക് ആസിഡിന്റെ വാൻ ഹോസ് ഫാക്ടർ എത്ര? അസോസിയേഷൻ നടന്നു കഴിഞ്ഞാൽ 1 പാർട്ടിക്കിൾ, തുടക്കത്തിൽ 2 പാർട്ടിക്കിൾ. അപ്പോൾ 1/2. അവസാനം 1, തുടക്കത്തിൽ എത്ര? 2. പൊട്ടാസ്യം ക്ലോറൈഡിന്റെ കാര്യമാണെങ്കിലോ
അവസാനം 2, തുടക്കത്തിൽ 1. അപ്പോൾ 2/1 അങ്ങനെയാണ് 2 എന്ന് കിട്ടിയത്. അപ്പോൾ ഇത് നോക്കണം. വാൻ ഹോസ് ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇവിടെ അയോണുകളുടെ എണ്ണം എടുത്ത് നമുക്ക് നേരിട്ട് കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിക്കാം. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആഫ്റ്റർ അസോസിയേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബിഫോർ അസോസിയേഷൻ. അപ്പോൾ 1/2. അടുത്ത ചോദ്യം, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കണക്കാക്കുമ്പോൾ തെറ്റ് വരും. ആ തെറ്റിനുള്ള കറക്ഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ പഠിച്ച ഇക്വേഷൻസ് ഒക്കെ നമുക്ക് തിരുത്തണം. അപ്പോൾ പുതിയ ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ ചോദ്യം, ഗീവ് ഇക്വേഷൻസ് ഫോർ മോഡിഫൈഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഗീവ് ഇക്വേഷൻസ് ഫോർ മോഡിഫൈഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. നോക്കാം. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. P10 - P1/P10 സമം x2 എന്നാണ് നമ്മൾ പഠിച്ചത്. x2 ഇതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. സമം x2 എന്നായിരുന്നു. ഇവിടെ കറക്ഷൻ ഫാക്ടർ കൊടുത്തു, കണ്ടോ, i. അപ്പം നമ്മുടെ കറക്ഷൻ ഫാക്ടർ കൊടുക്കേണ്ടത് സമചിഹ്നത്തിൻ്റെ വലത്ത് ഭാഗത്ത് i. ഇപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറിന് നമ്മൾ പുതിയ ഇക്വേഷൻ ഉണ്ടാക്കി. എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB × M എന്നാണ് നമ്മൾ എഴുതിയിരുന്നത്. കറക്ഷൻ ഫാക്ടർ കൊടുത്തു, i കൊടുത്തു. അപ്പോൾ പുതിയ ഇക്വേഷൻ എന്താ വരിക? ഡെൽറ്റ TB = I × KB × M. അടുത്ത ഇക്വേഷൻ, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF = KF × M എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമ്മൾ i കൊണ്ട് ഗുണിച്ചു, പുതിയ ഇക്വേഷൻ കിട്ടി. ഓസ്മോട്ടിക് പ്രഷറിനുള്ള ഇക്വേഷൻ പൈ = N2RT/V എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. N2RT/V കറക്ഷൻ ഫാക്ടർ കൊടുത്തു, I × N2RT/V. അതിൻ്റെ പ്രോബ്ലത്തിലൊക്കെ ഈ ഇക്വേഷനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അസോസിയേഷനും ഡിസോസിയേഷനും ഉള്ള സൊല്യൂട്ടുകളാണെങ്കിൽ നമ്മൾ ഇപ്പോൾ പഠിച്ച ഈ ഇക്വേഷൻസ് ഉപയോഗിക്കണം. ഓക്കെ, ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പറുകൾ തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കണം. പല ക്ലാസ്സുകളായിട്ട് എടുക്കുന്നതാണ്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പേഴ്സ് നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റ് ചെയ്യണം. ഓക്കെ, 83, 82 കണ്ടോ, 71 കഴിഞ്ഞാൽ പിന്നെ 72 വേണ്ടത്. 72, ഇത് 73. 73. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ഔദ്യോഗികമായിട്ട് തീർന്നു. ഇതിലെ മറ്റ് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് ആൻസർ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ തിയറിയൊക്കെ. ഇത് നന്നായി വായിച്ച് പഠിക്കണം, നോട്ട്സ് എഴുതണം, ക്വസ്റ്റ്യൻ നമ്പർ തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഓക്കെ, ബൈ.